എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളോട് പങ്കിടാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ പിള്ള സാറിനെ നേരിട്ട് കാണാൻ പറ്റി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഞാൻ മാധ്യമം ഒരുക്കിയ പായസ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. 1000 എൻട്രികളിൽ നിന്നും 10 പേർക്കാണ് സെലക്ഷൻ. ആ കേരളത്തിലെ 10 പേരിൽ ഒരാളായിരുന്നു ഞാൻ. ആദ്യം ഞാൻ റെസിപ്പി ഇട്ടിരുന്നു, അതിൽ നിന്നും സെലക്റ്റഡ് ആയതാണ്. കോഴിക്കോട് ലുലു മാൾ വെച്ചിട്ടായിരുന്നു ഈ ഒരു മത്സരം കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയത് അത്തിപ്പഴം കപ്പ അട പ്രഥമനാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഒരു ഭാഗ്യമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഉപ്പും ശർക്കരപ്പാനി വെച്ചിട്ട് വായൻ്റെ മേലെ നേർച്ച് വെച്ചിട്ട് വെച്ചിട്ട് ചുറ്റിയിട്ട് സാധാരണ പോലെ ഉണ്ടാക്കി കട്ട് ചെയ്ത് അത്തിപ്പഴം നെയ്യിൽ കുതിർത്തിട്ട് നന്നായിട്ട് വൈക്കെടുത്തിട്ട് ശർക്കരപ്പാനി വെച്ചു. അവിടെ 2ാം പാല് വെച്ചിട്ട് കപ്പാട ചേർത്തു. ഇത് പിഗ് കുറച്ച് അരച്ച് ചേർത്തിട്ട് അതിൽ കപ്പ പുഴുങ്ങിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കട്ടിയാണ് കപ്പ കഴിഞ്ഞിട്ട് ടേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട്. കൂടെ അരച്ചിട്ടും ചേർത്തിട്ടുണ്ട്. കൂടപ്പൊടിയോടെ അടയും ചേർത്തെടുത്തു. അത്തിപ്പഴത്തിലാണ് അത്തിപ്പഴം ചേർത്തിട്ട് അടപ്രഥമുണ്ട്. എന്ത് പറ്റിയാലും ഒന്നിനെ പറ്റുന്നു. ഞാനിങ്ങനെ കാണാൻ വേണ്ടിയിട്ടേ കുറച്ച് മുമ്പ് മസാലക്കാർ പൊടി ഇറക്കി. ഞങ്ങൾ ഈ പൊടി വാങ്ങിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്താലേ ഷെഫിളമ്പാടിൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അത് വാങ്ങി. ഞാനും നമുക്കത് വാങ്ങിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തു. പിന്നെ പോലെ നമ്മൾ പറ്റിച്ചതാ. പിന്നെ ഒരു പേര് അന്ന് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കാണ് അത് വനിതാവാചകരാണ്. 2 വർഷം സെമി ഫൈനൽ മത്സരിച്ചു. അന്ന് നിങ്ങളടുത്ത് പേരായി വിചാരിച്ചു. സെമി ഫൈനലിലേക്ക് ഫൈനലിലേക്ക് എത്തണം. ഒന്നും പറ്റില്ല. ഞാനാണെങ്കിൽ അതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. സാറിന് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷം. എനിക്ക് സംഭവിക്കണം. സാബുനോട് ഞാൻ പറഞ്ഞു. ഈ 10 പേരെയും സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും ഓരോന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ 4 പേരെ സെലക്ട് ചെയ്യാനേ ഇവർ പറഞ്ഞിട്ടുള്ളൂ, അവർ അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ 4 പേരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ഷെഫ്, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പായസം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പായസം ഈ ഒരു 10 പേര് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതോ എങ്ങനെയായിരുന്നു ഇവരുടെ? ഫസ്റ്റ് ഓഫ് ഓൾ 10 പേര് 10 തരത്തിലുള്ള അതെ നമ്മൾ ആരെയും ഒഴിവാക്കാൻ പറ്റില്ല. അത് മാക്സിമം എനിക്കത് മനസ്സിലായി. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ആർക്കും കൊടുക്കും. എല്ലാവരും ഇതിനകത്ത് ഡിസേർവ്ഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു മത്സരത്തിന് ഒരു നെക്സ്റ്റ് ലെവൽ ലൈവ് കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ 4 പേരുടെ റിസൾട്ട് ഏകദേശം ആയിട്ട് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യും. തോമസ് ഷെഫ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ പണി തുടങ്ങിയപ്പോൾ നമ്മുടെ ആശാനായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ജഡ്ജ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു മാർക്ക് ഇടുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഈ ഒരു അനുഭവത്തിൽ കാണേണ്ടത്. സോ നമ്മളിപ്പോൾ തന്നെ അനൗൺസ് ചെയ്യല്ലേ? യെസ്, ഓക്കെ. സോ ഈ 10 പേരുടെ ആരുടെയാണ് എൻ്റെയൊക്കെ കണക്കിൽ ഇപ്പോൾ ഷെഫ് പറഞ്ഞ 10 പേര് ഒരു റിസൾട്ട് ആണ്. ശരിക്കും വേണ്ടത് ഈ 10 പേരെയും കൊണ്ട് ലൈവായിട്ട് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി 4 പേര് ലാസ്റ്റ് അതിൻ്റെ ടോപ്പ് 4നെ അവർ മാർക്ക് ഇട്ടേക്കുന്ന തന്നെ 0.1% വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷനിൽ 4 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന അതിഭയങ്കരമായൊരു ജോലിയാണ്. ഷെഫ്, നിങ്ങളുടെ തോമസ് ഷെഫിൻ്റെയും ലുലുവിലെ ഷെഫാണ്. അവർ 2 പേരും ചെയ്തൊരു സ്കോർ വെച്ചിട്ട് the 4 winners for the final. ചെസ് നമ്പർ ആണോ? ഓക്കെ. ചെസ് നമ്പർ 7 റെഹാം മുഹമ്മദ്. Congratulations on the ഗ്രാൻഡ് ഫിനാലെ. അരിക്കുത്ത് പനാമൃത ജെല്ലി പായസം. അരി നമ്മളെ ഈ അരിമണി വറുത്തിട്ട് പൊടിച്ചിട്ട്
നമ്മൾ നെയ്യിൽ സോട്ട് ചെയ്തിട്ടാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പനപ്പൊടി വെച്ചിട്ട് ജെല്ലി ഉണ്ടാക്കിയിട്ട് അതിൽ ചേർത്തോ. ജെല്ലിയായിട്ട് തന്നെ കിട്ടും. ആ ജെല്ലിയായിട്ട് ഇതാ അതിൽ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ജെല്ലി പോലെ ആരുടെ റെസിപ്പിയാണ്? എൻ്റെ സ്വന്തം റെസിപ്പി. എവിടെ ആർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ? അത് മനോരമയിൽ കൊടുത്തിരുന്നു. ഇത് രണ്ടാമത് ഇവിടെ കൊടുത്തു. ഇത് ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും നല്ലൊരു വെറൈറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഒരു അരിമണി വറുത്തതായതുകൊണ്ട് ഒരു വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, കാരണം ഇതിനകത്ത് ഇവരുടെ പായസം വെറൈറ്റി ആണെങ്കിലും അതിനകത്ത് ഒരു ജെല്ലി ഉണ്ടാക്കി ജെല്ലിയായിട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ്. അതാ ജെല്ലി. അതെ, കോട്ടക്കൽ. അങ്ങനെ ഷെഫിലെ സാറും എടുത്ത് ഞാനും സെൽഫി എടുത്തു, സാറും എൻ്റെ സെൽഫി എടുത്തു കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്നെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. മുമ്പ് എനിക്ക് നമ്പറൊക്കെ തന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൊമെൻ്റൊക്കെ വാങ്ങി, പ്രൈസൊക്കെ വാങ്ങി. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാനിതാ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് കേരളത്തിൽ ആ 10 പേരിൽ ഒരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ, മാധ്യമത്തിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.